നമസ്കാരം. ഞാൻ സാബു വെള്ളാരപ്പള്ളി. ഇത്തവണത്തെ നമ്മുടെ യാത്ര ലക്ഷദ്വീപിലേക്കാണ്. കുടുംബത്തോടൊപ്പമാണ് യാത്ര. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഈ ചെറിയ വിമാനത്തിൽ 1.5 മണിക്കൂർ സഞ്ചരിച്ചാൽ ലക്ഷദ്വീപിലെത്താം. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലേക്കാണ്. അവിടെ മാത്രമാണ് എയർപോർട്ടുള്ളത്. നമ്മുടെ യാത്ര നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും വിമാനം പതിയെ പറന്നുയർന്നു. മഴക്കാലമാണ്. അതിൻ്റെ മേഘങ്ങൾക്കിടയിലൂടെയാണ് യാത്ര. അതിനേക്കാൾ പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ, മഴക്കാലമായ ലക്ഷദ്വീപിലെ വാട്ടർ സ്പോർട്സ് എല്ലാം അവർ സ്റ്റോപ്പ് ചെയ്യും. ഗവൺമെൻറ്റിന് അനുമതി ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയെങ്കിൽ ഈ യാത്ര ഒരു വിരസമായ യാത്രയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഈ കാണുന്നതാണ് അഗത്തി ദ്വീപ്. 36 ദ്വീപുകളുള്ള ലക്ഷദ്വീപിൽ ആ സമുച്ചയത്തിൽ 10 ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത്. അതിൽ അഗത്തി ദ്വീപിലാണ് എയർപോർട്ടുള്ള ഏക ദ്വീപ് എന്ന് പറഞ്ഞാൽ ഈ അഗത്തി ദ്വീപാണ്. നീല സമുദ്രവും പവിഴപ്പുറ്റുകളും വെളുത്ത മണലും ആകെ അതിമനോഹരമെന്ന് ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാവുന്ന ദ്വീപുകളാണ് ലക്ഷദ്വീപിൽ കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്ര ഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. അഗത്തി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മുടെ വിമാനം പറന്നിറങ്ങി. ചെറിയ വിമാനങ്ങൾ മാത്രമേ ഇവിടെ ഇറങ്ങുകയുള്ളൂ. ഹെലികോപ്റ്ററുകളും കാണാം. ചെറിയ ഒരു എയർപോർട്ടാണ് അഗത്തി എയർപോർട്ട്. നിസ്സാരമായ, വളരെ ചുരുങ്ങിയ പരിമിതികളുള്ള ചെറിയ സൗകര്യങ്ങളുള്ള ഒരു എയർപോർട്ട്. പക്ഷേ എയർപോർട്ടിന് പുറത്തുള്ള കാഴ്ച അതിമനോഹരമാണ്. ഇവിടെ നിന്ന് നമ്മുടെ ഹോം സ്റ്റേയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന കാറിൽ ഹോം സ്റ്റേയിലേക്ക് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. നല്ല വൃത്തിയുള്ള വീടാണ്. ഉച്ചയ്ക്ക് ശേഷമേ ഇനി ഞങ്ങളുടെ യാത്ര ഉള്ളൂ. അതിനാൽ അടുത്തുള്ള ഒരു കടൽ തീരത്തേക്ക് ഞങ്ങൾ പതുക്കെ സമയം ചിലവഴിക്കുവാനായി ചെന്നു. മനോഹരമാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ എല്ലാം. ശാന്തമായ സമുദ്രം, മണലിൽ ചില സമുദ്രജീവികൾ. കുറച്ചു നേരം ഇവിടെ ഉള്ള ഊഞ്ഞാലുകളിൽ ആടിയും കടലിൽ ഇറങ്ങിയുമെല്ലാം ചിലവഴിച്ച് ഉച്ച സമയമാക്കി. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പോകുന്നത് വെസ്റ്റേൺ ജെട്ടിയിലേക്കാണ്. ഇതാണ് വെസ്റ്റേൺ ജെട്ടി. കാര്യമായി ഒന്നും കാണുവാനില്ല. ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ആണ് ഇവിടുത്തെ ആകർഷണം. കുറച്ച് ഫോട്ടോ ഷൂട്ടുകൾക്ക് പറ്റിയ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. വെസ്റ്റേൺ ജെട്ടിയിൽ അല്പസമയം ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ ലഗൂൺ ബീച്ചിലേക്ക് യാത്ര പുറപ്പെട്ടു. താരതമ്യേന വീതി കുറഞ്ഞ വഴികളാണ് ലക്ഷദ്വീപിലെ വഴികൾ. ഇപ്പോൾ ഈ കാണുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നല്ല വീതിയുണ്ട്. ഇതിനേക്കാൾ വീതി കുറഞ്ഞ വഴികളാണ് ലഗൂൺ ബീച്ച്. വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ പറ്റിയ മനോഹരമായ ഒരു ബീച്ചാണ് ലഗൂൺ ബീച്ച്. ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 36 ദ്വീപുകളിൽ 10 ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത്. അതിലൊന്നാണ് ഇപ്പോൾ നാമുള്ള അഗത്തി ദ്വീപ്. കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ
ഏതാണ്ട് 32 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ഇതിലെല്ലാം കൂടി 10 ദ്വീപുകളിലെല്ലാം കൂടിയുള്ള ജനവാസം എന്ന് പറഞ്ഞാൽ 75,000-ൽ താഴെ ആളുകളാണ്. പക്ഷേ വളരെ ശാന്തതയുള്ള ഒരു ജീവിത ശൈലിയാണ് ഇവിടെയുള്ളത്. കുറ്റകൃത്യങ്ങൾ പൊതുവെ കുറവാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി നടക്കുമ്പോൾ ഞങ്ങളുടെ വീട് ലോക്ക് ചെയ്യാതെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടുത്തെ നമ്മളുടെ ആതിഥേയർ അത് ലോക്ക് ചെയ്യേണ്ടതില്ല, ആരും ഒന്നും എടുത്തുകൊണ്ട് പോവുകയില്ല. ഭക്ഷണം ഹോംലി ഫുഡാണ് നമുക്ക് വരുന്നത്, ഭക്ഷണം കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് തുറന്നിടുകയാണ് വേണ്ടത് എന്ന നിർദ്ദേശം ലഭിച്ചതിനനുസരിച്ച് നമ്മൾ തുറന്നിട്ടുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. ലഗൂൺ ബീച്ചിന് ശേഷം നമ്മൾ പോകുന്നത് ഈസ്റ്റേൺ ജെട്ടിയിലേക്കാണ്. ഈസ്റ്റേൺ ജെട്ടിയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള കപ്പലുകൾ, അതുപോലെ ലക്ഷദ്വീപിലെ തന്നെ മറ്റു ദ്വീപുകളിൽ നിന്നുള്ള കപ്പലുകൾ എല്ലാം അഗത്തിയിൽ വന്ന് അടുക്കുന്നത് ഈ ജെട്ടിയിലാണ്. ഇവിടെ അധിക നേരം ചിലവഴിക്കാൻ നമുക്കില്ല. കാരണം സൂര്യാസ്തമയം കാണേണ്ടത് ആന്ധാൻ ബീച്ചിൽ ചെന്നുകൊണ്ടാണ്. സന്ധ്യ മയങ്ങാറായി. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ ജെട്ടിയിൽ നിന്ന് ഞങ്ങൾ ആന്ധാൻ ബീച്ചിലേക്ക് പുറപ്പെട്ടു. ആളുകൾ സൂര്യാസ്തമയം കാണുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെയാണ് ആന്ധാൻ ബീച്ച്. സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ചെറിയ മേഘങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി സൂര്യാസ്തമയത്തിൻ്റെ ഭംഗി നുകരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും അതിനായി കാത്തിരിക്കുകയാണ്. നീല സമുദ്രം ഇപ്പോൾ സ്വർണ്ണവർണ്ണമുള്ള സമുദ്രമായി മാറി. ആന്ധാൻ ബീച്ചിൽ ഉല്ലാസത്തിനായി ഉണ്ടാക്കിയിട്ടുള്ള ഊഞ്ഞാലുകൾ, മറ്റു സീസോ പോലെയുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താം. സൂര്യൻ അസ്തമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിമനോഹരമായ, മനസ്സിന് ശാന്തത നൽകുന്ന കാഴ്ചയും ചെവിക്ക് സുഖം നൽകുന്ന തിരകളുടെ ഒച്ചയും ഈ സായാഹ്നത്തെ അതിമനോഹരമാക്കുന്നുണ്ട്. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. അല്പം മേഘമുള്ളതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായ ഭംഗി നുകരുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ആന്ധാൻ ബീച്ചിൽ ഒരുപാട് ആളുകൾ സൂര്യാസ്തമയം കാണുന്നതിനായിട്ട് എത്തിയിട്ടുണ്ട്. അവർ അത് അവരുടെ ക്യാമറകളിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം അവിടെയുള്ള ഊഞ്ഞാലുകളിൽ ആടുന്നു. അവിടെ തന്നെ ലഭിക്കുന്ന നല്ല ചായ, ടേസ്റ്റുള്ള ചായ നുകർന്നുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ സമയം ചെലവഴിക്കുന്നു. വളരെ ശാന്തത നൽകുന്ന, മനസ്സിന് സുഖം നൽകുന്ന ഒരു സായാഹ്നം ലക്ഷദ്വീപിലെ ആന്ധാൻ ബീച്ചിൽ നമുക്ക് ലഭിക്കുന്നു. ഇനിയും നാളെ ഇവിടേക്ക് തന്നെയാണ് വരാനുള്ളത്. നാളത്തെ സ്നോർക്ലിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ആന്ധാൻ ബീച്ചിൽ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ശാന്തതയുള്ള ആളുകൾ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഒരു പ്രശ്നമാകുന്നില്ല എന്നുള്ളതാണ് ലക്ഷദ്വീപിൽ മറ്റൊരു പ്രത്യേകത. കാരണം എല്ലാ ആളുകൾക്കും ജസരി എന്ന പ്രാദേശിക ഭാഷ ആണ് എങ്കിൽ കൂടി മലയാളം അറിയുന്ന ആളുകളാണ്. മിനിക്കോയ് ദ്വീപിൽ മാത്രം മാഹിൽ എന്നുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. കേരളവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു സംസ്കാരം ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഇന്നത്തെ ഒന്നാം ദിനം പൂർത്തിയാവുകയാണ്. ഭക്ഷണം വീട്ടിൽ വന്നിരിപ്പുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഒരു ചായ കുടിച്ച് ഞങ്ങൾ മടങ്ങുകയാണ്.
ലക്ഷദ്വീപിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിനം ആരംഭിച്ചിരിക്കുന്നു. ഉച്ചവരെയുള്ള സമയം സ്നോർക്കലിങ്ങിനായി ചിലവഴിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉച്ച കഴിഞ്ഞതിന് ശേഷം ബോട്ടിംഗ് ആണ്. ടർട്ടിൽ വാച്ചിങ് ഉൾപ്പെടെയുള്ള ബോട്ടിംഗ് ആണ് ഉച്ചയ്ക്ക് ശേഷം. റോഡിന് ഇരുവശവുമായി മനോഹരമായ കടൽ കാണാൻ സാധിക്കും. ഭംഗിയുള്ള ഈ റോഡിലൂടെ ആന്താൻ ബീച്ചിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ഇവിടെ തന്നെയാണ് സ്നോർക്കലിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആന്താൻ ബീച്ചിൽ ഒരുപാട് ആളുകൾ സ്നോർക്കലിങ്ങിനായി എത്തിയിട്ടുണ്ട്. എന്നാൽ സ്നോർക്കലിങ്ങിൻ്റെ ചിത്രീകരണം വേണ്ട രീതിയിൽ നടത്തുവാൻ സാധിച്ചിട്ടില്ല. കടലിനടിയിലുള്ള ഭംഗിയുള്ള പവിഴപ്പുറ്റുകൾ കടലിൻ്റെ മുകളിൽ കിടന്നുകൊണ്ട് കാണുക എന്നുള്ള ഒരു പരിപാടിയാണ് സ്നോർക്കലിംഗ്. ഉച്ചവരെ സമയം ചിലവഴിച്ചതിന് ശേഷം, കടലിൽ കുളിച്ചതിന് ശേഷം വെള്ളിയാഴ്ചയാണ് ജുമാ നമസ്കാരത്തിനായി പുറപ്പെട്ടു. ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും ബോട്ടിങ്ങിനായി കടൽ തീരത്തേക്ക് ടർട്ടിൽ വാച്ച് അഥവാ ആമകളെ കാണുക എന്നുള്ളതാണ് ഒരു പ്രധാന ആകർഷണം. കടൽ അല്പം പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ ബോട്ടിൽ കയറൽ ഒരല്പം ബുദ്ധിമുട്ട് പിടിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. ആമകളെ കാണുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറപ്പെട്ടു. 2 ബോട്ടുകളിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ട്രാവൽ വെക്കേഷൻസ് MD നൂഫി ആണ് ഈ ട്രിപ്പ്, ഈ ലക്ഷദ്വീപ് യാത്ര ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയത്. അദ്ദേഹത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അതിമനോഹരം തന്നെയാണ്. എന്തെല്ലാം ആവശ്യപ്പെട്ടാലും അതെല്ലാം നിവർത്തിച്ചു തരുന്ന ഒരു രീതിയാണ് നൂഫിയുടേത്. പാക്കേജിലുണ്ടോ എന്നുള്ളത് വിഷയമല്ലാത്ത രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ അഭീഷ്ടങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നൂഫിയുടെ ശൈലി. ആമകളെ കാണാൻ സാധിക്കും. എന്നാൽ വെള്ളത്തിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഇത് മഴക്കാലമാണല്ലോ. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് ലക്ഷദ്വീപിലെ കാഴ്ചകൾ കാണുവാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. ഇത് ജൂണാണ്. ജൂണിലുള്ള സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ചാർജ് കുറവായിരിക്കും. പക്ഷേ മഴക്കാലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വാട്ടർ സ്പോർട്സിന് അനുവാദം കിട്ടണമെന്നില്ല. വെള്ളം അല്പം കലങ്ങിയത് കൊണ്ട് ഈ പവിഴപ്പുറ്റുകളുടെ ഭംഗി പൂർണ്ണമായി ഈ ഗ്ലാസ്സിലൂടെ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും കടലിനടിയിലും കടലിന് മുകളിലുമുള്ള കാഴ്ചകൾ മനോഹരം തന്നെയാണ്. അഗത്തി ദ്വീപിലാണ് നാം ഉള്ളത്. ഇതുകൂടാതെ കവരത്തി ദ്വീപ് ഭരണകേന്ദ്രമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. മനോഹരമായ ലഗൂണുകൾ നിറഞ്ഞതാണ് കവരത്തി ദ്വീപ്. ബംഗാരം ദ്വീപ് ആണ് സ്കൂബ ഡൈവിങ്ങിനും സ്നോർക്കലിങ്ങിനും പ്രശസ്തമായിട്ടുള്ളത്. കടമത്ത ദ്വീപ് വാട്ടർ സ്പോർട്സിന് അനുയോജ്യമായ ദ്വീപാണ്. മിനിക്കോയ് ചരിത്രപ്രസിദ്ധമായ ലൈറ്റ് ഹൗസും വ്യത്യസ്തമായ സംസ്കാരവുമുള്ള ഒരു ദ്വീപാണ് മിനിക്കോയ്. ഇതുകൂടാതെയുള്ള ജനവാസമില്ലാത്ത ഒരു ദ്വീപാണ് കൽപ്പെട്ടി ദ്വീപ് എന്ന പേരിലുള്ള ഒരു ദ്വീപ്. അവിടേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെ ആൾതാമസമില്ല. ചെറിയ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ദ്വീപാണ് കൽപ്പെട്ടി ദ്വീപ്. അങ്ങ് ദൂരെ കൽപ്പെട്ടി ദ്വീപ് കാണാൻ സാധിക്കും. അതിനെ ലക്ഷ്യമാക്കി ആണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മരങ്ങൾ നിറഞ്ഞ ഒരു ദ്വീപ്, ശുദ്ധ ഓക്സിജൻ ശ്വസിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ലക്ഷദ്വീപിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു എൻട്രി പെർമിറ്റ് എടുക്കേണ്ടതുണ്ട്.
പണ്ട് പോലീസ് ക്ലിയറൻസ് വേണമായിരുന്നു, അത് ഇപ്പോൾ താൽക്കാലമായി മരവിപ്പിച്ചിട്ടുണ്ട്. കൽപ്പറ്റി ദ്വീപിലെ കുറ്റിക്കാടുകൾക്കിടയിലൂടെ ചെറിയ ഭംഗിയുള്ള കടൽ ജീവികളെയും കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഒരുപാട് ആളുകൾ ഓഫ് സീസണായിട്ട് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. സന്ധ്യ വരെ ഇവിടെ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ പോകുന്നത് ഇന്നലെ പോയ ലഗൂൺ ബീച്ചിലേക്കാണ്. ലഗൂൺ ബീച്ചിൽ ഞങ്ങൾക്കായി അവിടെ ഒരു തട്ടുകടക്കാരനുമായിട്ട് എഗ്രി ചെയ്തിട്ടുണ്ട്. ഫ്രഷ് മീൻ ഗ്രില്ല് ചെയ്ത് തരാമെന്ന്. ഞങ്ങളുടെ ഹോം സ്റ്റേയിലെ ഭക്ഷണം നോഫി അവിടെ എത്തിച്ചു തരാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നത്തെ രാത്രി ഭക്ഷണം ലഗൂൺ ബീച്ചിലാണ്. ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ആളുകളത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കാണുന്ന താഴെ കിടന്നുകൊണ്ട് ഒരാൾ ഒരു മുകളിലേക്ക് ഫോട്ടോ എടുക്കുന്നത് കാണാൻ സാധിക്കും. മുകളിൽ നിന്ന് ആളുകൾ വട്ടത്തിൽ റൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയാണ്. നമ്മളുടെ കവർ ഫോട്ടോയും ഇങ്ങനെ എടുത്തൊരു ഫോട്ടോയാണ്. കൽപ്പറ്റി ദ്വീപിൽ നിന്ന് തിരിച്ചു നടന്നു. സന്ധ്യയാവാൻ ഇനി അധിക നേരമില്ല. സൂര്യാസ്തമയത്തിന് ഭംഗി കടൽ വീണ്ടും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് റൂമിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി ലഗൂൺ ബീച്ചിലെത്തി തട്ടുകടക്കാരൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രിൽഡ് ഫിഷിനോടൊപ്പം ഇന്നത്തെ ഡിന്നർ കുശാലാക്കണം എന്നുള്ളതാണ് പ്ലാൻ. ഇന്നത്തെ യാത്ര മതിയാക്കി കാഴ്ചകൾക്ക് അവധി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിക്കുന്നു. മൂന്നാമത്തെ ദിനം. ഇന്ന് യഥാർത്ഥത്തിൽ ഇവിടുത്തെ അവസാന ദിനമാണ്. നാളെ രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ച് യാത്രയാകും. സൈക്കിളുകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ടുള്ള പ്രധാന സവാരി ശരിക്കും ആസ്വദിക്കുക തന്നെ ചെയ്തു. ഈസ്റ്റേൺ ജെട്ടിയിലേക്കാണ് പോയത്. ദൂരെ നിന്ന് രാവിലെ തന്നെ ഒരു കപ്പൽ വന്നെടുക്കുവാൻ ശ്രമിക്കുന്നതായി കാണാം. ഇത് ഇന്ത്യയിൽ നിന്ന് വരുന്നതല്ല, മറിച്ച് മറ്റൊരു ദ്വീപിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു കപ്പലാണ്. കാര്യമായ സെക്യൂരിറ്റി ബാരിയേഴ്സൊന്നുമില്ലാതെ ആണ് കാര്യങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ കപ്പലടുക്കുന്ന ആ ഭാഗം വരെ സൈക്കിളിൽ എത്തി. നല്ല തണുത്ത പ്രഭാതത്തിലെ ഈ സൈക്കിൾ സവാരി ശരിക്കും ആസ്വദിക്കാൻ സാധിച്ചു. രാവിലെ തന്നെ പ്രാവുകൾക്ക് തീറ്റയിട്ട് കൊടുത്തുകൊണ്ട് ലക്ഷദ്വീപ് നിവാസി, അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ് എന്ന് തോന്നുന്നു, കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തെ അവിടെ കാണുകയുണ്ടായി. കിഴക്ക് വെള്ളകീറി മേഘങ്ങളുള്ളതുകൊണ്ട് സൂര്യോദയം കൃത്യമായി കാണാൻ സാധിക്കുന്നില്ല. സൂര്യോദയം കാണുക എന്നുള്ള ലക്ഷ്യത്തിലാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത്. സൂര്യോദയത്തിന് പകരം കപ്പൽ വന്നെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പ്രാവുകൾ ധാന്യമണികൾ കുത്തി തിന്നുകൊണ്ട് അവിടെയെങ്ങും പറന്ന് നടക്കുകയാണ്. വളരെ പതുക്കെയാണ്, സമയമെടുത്തുകൊണ്ടാണ് കപ്പൽ ജെട്ടിയോട് അടുക്കുന്നത്.
കപ്പലിനെ വലിച്ചടിപ്പിക്കുവാനും അതിൻ്റെ കോണി ഘടിപ്പിക്കുവാനുമെല്ലാമുള്ള ആളുകൾ തയ്യാറായി കഴിഞ്ഞു. വളരെ കുറച്ച് മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരെ അതോ പോലീസുകാരെയോ മറ്റോ കാണാൻ സാധിക്കും. എന്നാൽ കുറ്റകൃത്യങ്ങൾ പൊതുവെ കുറവുള്ള ലക്ഷദ്വീപിൽ പോലീസുകാർക്കും പട്ടാളക്കാർക്കും ഒന്നും കാര്യമായി പണിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് വലിയ കപ്പലല്ല, അതിനെ വലിച്ച് അടുപ്പിക്കുകയാണ്. നേരം വെളുത്തു കഴിഞ്ഞു. ഇനിയൊരു പരിപാടിയുള്ളത് തിരിച്ചു പോകുന്ന സൈക്കിൾ ചവിട്ടി പോകുന്ന വഴിയിൽ നിന്നൊരു ചായ കുടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം റൂമിലെത്തിയിട്ട് സ്കൂബ ഡൈവിങ്ങിനായി പുറപ്പെടണം. സമയം കളയാതെ ഞങ്ങൾ തിരിച്ച് യാത്രയായി. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ സ്കൂബ ഡൈവിങ്ങിനായി പുറപ്പെട്ടു. ആന്താൻ ബീച്ചിൽ തന്നെ സമീപമുള്ള സീഷെൽസ് എന്ന റിസോർട്ട്, സുഹൃത്തായ കാസിമിൻ്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടാണ് സീഷെൽസ്. അവിടെയാണ് ഇന്ന് സ്കൂബ ഡൈവിങ് ചെയ്യുന്നത്. എല്ലാവരും ആദ്യമായി സ്കൂബ ഡൈവിങ് ചെയ്യുന്നവരാണ് ഗ്രൂപ്പിലുള്ളത്. 2-3 ആളുകൾ ഒഴികെയുള്ള എല്ലാവരും സ്കൂബ ഡൈവിങ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലാണുള്ളത്. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളുടെ പേര് റിസോർട്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. സീഷെൽസ് ബീച്ച് റിസോർട്ട് ഒരു മലയാളിയായ കാസിം നടത്തുന്നതാണ്. അദ്ദേഹം ബേസിക്കലി ലക്ഷദ്വീപുകാരൻ തന്നെയാണ്. ഇവിടെ നിന്ന് കടലിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ്, ഒരൽപ്പം യാത്ര ചെയ്തതിന് ശേഷമാണ് സ്കൂബ ഡൈവിങ് ചെയ്യുക. വളരെ സേഫായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. കൃത്യമായ പരിശീലനം ലഭിച്ച ഗൈഡുകൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയും പ്രാക്ടീസ് നൽകുകയും ചെയ്തതിന് ശേഷമാണ് അവരുടെ തന്നെ കൂടെ നമ്മൾ ഡൈവ് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ഡൈവ് ചെയ്യുന്ന വീഡിയോകളും അവർ എടുത്ത് തരും. അതിനായി ഒരു പ്രത്യേക ഡൈവർ അഡീഷണലായിട്ടുണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴക്കാലമായതുകൊണ്ട് കടലിലെ കാഴ്ചകൾ അത്ര ക്ലിയർ അല്ല. കടൽ വെള്ളം ചെറുതായി കലങ്ങിയിട്ടുണ്ട്. എങ്കിലും മത്സ്യങ്ങൾക്കിടയിലൂടെ ഒരു മത്സ്യത്തെപ്പോലെ നീന്തി തുടിക്കുന്ന ഈ സ്കൂബ ഡൈവിങ് എല്ലാവരും ആസ്വദിക്കുക തന്നെ ചെയ്തു. തുടക്കത്തിൽ ഭയമുണ്ടായിരുന്നവർക്കും ആ ഭയം മാറുന്ന രീതിയിൽ സ്കൂബ ഡൈവിങ് ചെയ്യാനും കടലിനടിയിലെ സുന്ദര കാഴ്ചകൾ ആസ്വദിക്കാനും സാധിച്ചു. പവിഴപ്പുറ്റുകളുടെ ഭംഗി നുകർന്നുകൊണ്ട് മത്സ്യങ്ങളോടൊപ്പം നീന്തി തുടിച്ചുകൊണ്ട് ആഴക്കടലിൽ ചിലവഴിക്കുന്ന അസുലഭ നിമിഷങ്ങൾ. പഞ്ചാരമണൽ അടിത്തട്ടിലെല്ലാം അങ്ങനെയാണുള്ളത്. വളരെ 20 തൊട്ട്
ഏകദേശം 20 മിനിറ്റാണ് ഓരോ വ്യക്തിയും കടലിനടിയിൽ ചിലവഴിച്ചത്. 2 മണിക്കൂറോളം സ്കൂബ ഡൈവിംഗ് ചെയ്തതിന് ശേഷം സീഷെൽസിൽ നിന്ന് തന്നെ ഉച്ചഭക്ഷണം കഴിച്ചു. കടൽ അല്പം പ്രക്ഷുബ്ധമായിട്ടുണ്ട്. കാറ്റ് ആഞ്ഞു വീശുന്നു. ഒരൽപ്പം വേലിയേറ്റവും കാണാൻ സാധിക്കും. അന്താൻ ബീച്ചിലെ ഈ ഊഞ്ഞാല് ഇന്നലെ കടലിൻ്റെ തീരത്തായിരുന്നുവെങ്കിൽ ഇന്ന് കടൽ വെള്ളത്തിൽ ചേർന്നുകൊണ്ടാണുള്ളത്. അതും നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചു. ഇനി കയാക്കിംഗ് ആണ്. കടലിൻ്റെ തിരകൾ കണ്ട് അല്പം ഭയപ്പെട്ടുവെങ്കിലും കയാക്കിങ്ങിനായി ഇറങ്ങിയപ്പോൾ പേടിച്ച അത്ര കുഴപ്പമൊന്നും കണ്ടില്ല. നമ്മുടെ യാത്ര ഇവിടെ പൂർത്തീകരണമാവുകയാണ്. ഇന്ന് രാത്രി ഇവിടത്തെ ചില നാടൻ കലാരൂപങ്ങൾ കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നാളെ രാവിലെ തിരിച്ച് പുറപ്പെടും. കലാരൂപങ്ങൾ കൂടി ആസ്വദിച്ചുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമാകും. काटड़ी को